തീപിടിച്ചവരിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങളിലൂടെ കഷ്ടതകളിലൂടെയൊക്കെ കടന്നുപോയി എന്തെല്ലാം സംഭവിച്ചാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും എന്ന ഉറച്ച നിലപാടുമായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന ബ്രദർ ജോൺ മുഹമ്മദ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് സ്വദേശിയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ നമുക്ക് നേരിട്ട് കേൾക്കാം. ബ്രദറെ, സ്വാഗതം. പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, ജോൺ മുഹമ്മദ്. ഈ മുഹമ്മദ് എങ്ങനെയാണ് ജോൺ ആയി മാറിയത് എന്ന് അറിയുവാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ താല്പര്യമുണ്ടാവും. തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കുള്ള സ്വദേശം കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിന്റെ അടുത്ത് മാടക്കാൽ എന്ന കൊച്ചു ദ്വീപിലാണ്. ഞാനവിടെ ഒരു ജന്മി കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ജന്മി കുടുംബം എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം എല്ലാവരും ഗൾഫിലാണ്. ആ പ്രദേശത്ത് ഏറ്റവും വലിയ വീട്, ഏകദേശം 10-30 പേര് ആ വീടിനുള്ളിൽ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. കൂട്ടുകുടുംബമായിട്ട്. അമ്മാമ്മ വലിയ സമ്പന്നമായ ഒരു പശ്ചാത്തലമാണ്. എന്റെ ബാപ്പ ഹംസ, അദ്ദേഹം ആ നാട്ടിലെ അന്നത്തെ ഏക ഡബിൾ ആജിയാണ്. അത്രയും വിശ്വാസ പശ്ചാത്തലമുള്ള ഒരു ഭവനത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നു വരിക. അപ്പൊ ബിസിനസ് പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നോ? ബിസിനസ് പശ്ചാത്തലം, അവര് മുഴുവൻ ഗൾഫിലായിരുന്നു. ബാപ്പ അവിടുത്തെ ദുബായിലെ ഷെയ്ഖിന്റെ സെക്രട്ടറി ആയിരുന്നു. അമ്മാവന്മാര് ജ്യേഷ്ഠനൊക്കെ അവിടെ സ്വന്തമായിട്ട് ഹോട്ടലും ഗവൺമെന്റ് മേഖലയിലൊക്കെയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ചെറുപ്പത്തിൽ ഒരു മുസ്ലിം വിശ്വാസി ഏതൊക്കെ രീതിയിൽ ജീവിക്കണം ആ രീതിയിൽ ജീവിച്ചു വളർന്നൊരു കൃത്യമായ നിയമങ്ങളനുസരിച്ച് അവരുടെ ഖുർആൻ പറയുന്നത് പോലെ ജീവിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. രാവിലെ അവരെ സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുന്നേറ്റിട്ട് ഏറ്റവും വലിയ സൂറത്ത് യാസീൻ എന്ന സൂറത്ത് ഓതിക്കൊണ്ടാണ് ഞങ്ങൾ ഒരു ദിവസം തുടങ്ങുക. എങ്കിലും ഞാൻ മദ്രസയിൽ സുബ്ഹി നമസ്കാരം എന്ന് പറയുന്നത് വെളുപ്പിന് 5 മണിക്ക് രാവിലെയുള്ള ബാങ്ക് അതിന്റെ നമസ്കാരം, സുബ്ഹ് ബാങ്ക്, അതിനുശേഷമുള്ള നമസ്കാരം. അപ്പൊ അത്രയും തീക്ഷ്ണതയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരിക. അപ്പോ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഏകദേശം ഒരു 5ാം ക്ലാസ്സിൽ, മദ്രസയിൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഖുർആനിലെ ചില പ്രവണതകൾ, ചില പഠന രീതി, അവരുടെ ചില ആശയങ്ങളോട് എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ മദ്രസയിൽ 5ാം ക്ലാസ് എന്ന് പറയുമ്പോൾ സ്കൂളിൽ ഏത് ക്ലാസ്സിലായിരുന്നു? 10ാം ക്ലാസ്സിൽ എത്തി ഞാൻ. അതായത് അന്ന് 2 വർഷമാണ് ഒരു മദ്രസയിലെ ദർസിലെ ഒരു പഠനം. 2 വർഷം, ഒരു ക്ലാസ്സിൽ 2 വർഷം. അങ്ങനെയാണ്. 5ാം ക്ലാസ് ആണ് ശരിക്കും അവിടുത്തെ ഒരു പരീക്ഷ. അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നവരൊക്കെ ഉസ്താദായിട്ട് മാറും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അപ്പൊ ഈ 10 വർഷം പഠിച്ചാൽ ഉസ്താദാകുമോ? ഇല്ല, 10 വർഷം കഴിഞ്ഞിട്ട് പിന്നീട് 11-12ലേക്ക് പോകും. അപ്പോഴ് പഠന രീതി മാറും. അവര് പിന്നെ ദർസിലേക്ക് പോകും. അവര് ഏതെങ്കിലും സ്ഥാപനത്തില്, ഒരു പള്ളിയുടെ കീഴിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ പഠിക്കുക. അപ്പൊ ഏകദേശം എല്ലാ കുട്ടികളും ഈ 5ാം ക്ലാസ്സോടുകൂടെ പഠനം നിർത്തും. മദ്രസ പഠനം അവിടെ അവസാനിക്കുവാണ്. പിന്നീട് തുടർന്ന് പഠിക്കുന്നവരൊക്കെ ഇങ്ങനെ മുസ്ലിയാർമാരാവാൻ വേണ്ടിയിട്ട്, ഉസ്താദന്മാരാവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു കൂട്ടമാണ്. അപ്പൊ ഈ സമയത്ത് അവരുടെ ചില രീതികൾ, പ്രത്യേകിച്ച് എന്നെ പഠിപ്പിക്കുമ്പോൾ പിന്നെ അള്ളാഹു ആണ് എല്ലാവരും സൃഷ്ടിക്കുക. പക്ഷെ അള്ളാഹു ജനങ്ങളെ 2ആയിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന് ഈമാൻ. ഈമാൻ എന്ന സമൂഹം ഒരു മറ്റേ വിഭാഗം കാഫറാണ്. അതില് ഈമാൻ എന്ന വാക്കിന്റെ കൃത്യമായിട്ടുള്ള മീനിങ് എന്താ? ഈമാൻ ശരിക്കുള്ള വാക്ക് സത്യം എന്നാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യം. അപ്പൊ ഇങ്ങനെ ഈ സത്യവിശ്വാസം, കാഫർ എന്ന് പറഞ്ഞാൽ കള്ളക്കൂട്ടങ്ങൾ. കാഫർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നികൃഷ്ടമായ കള്ളത്തരം, പിന്നെ പിശാചിന്റെ, അതായത് ഇബ്ലീസിന്റെ ആൾക്കാരാണ്. പക്ഷെ ഇബ്ലീസിന്റെ ആൾക്കാരും സൃഷ്ടിക്കുക അള്ളാഹു ആണ്. അപ്പൊ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം അള്ളാഹു സൃഷ്ടിച്ചവരെ ഒരിക്കലും അങ്ങനെ അള്ളാഹു 2ആയിട്ട് ഭാഗിക്കില്ലല്ലോ. അപ്പൊ ഇവർ പറയുന്നത് സുജൂദ് ചെയ്യാൻ, നമസ്കരിക്കാൻ, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാനാണ് ഈ ഈമാനുകളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. നരകത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചവരാണ്. അപ്പൊ അതോടൊപ്പം തന്നെ അവർ പറയുന്ന പറഞ്ഞാല് ഈ ഈമാനായ മുസ്ലിങ്ങൾ ഒരു കാഫറിനെ കൊന്നാൽ, ഈ ഈമാൻ എത്ര ദ്രോഹിയാവട്ടെ, ഏറ്റവും പാപം ചെയ്ത വ്യക്തിയാകട്ടെ, ഒരു കാഫറിനെ കൊന്നാൽ ആ കൊന്ന ഈമാൻ മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ
നേരെ സ്വർഗത്തിലേക്ക് പോകും. പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ സ്ത്രീകൾക്ക് ഒരു വിലയില്ല. പിന്നെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ വീട്ടില് ഞാനും എന്റെ സഹോദരിമാരും കൂടിയിട്ട് കളിക്കാൻ പോകും പുറത്ത്. അപ്പൊ ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ്യേഷ്ഠനും പെങ്ങളും കൂടിയിട്ട് കുളത്തിലേക്ക് വീണു. രണ്ടുപേരുടെയും കാല് പൊട്ടി, എല്ല് പൊട്ടി. പക്ഷെ എന്റെ ജ്യേഷ്ഠനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷെ എന്റെ പെങ്ങളെ അവിടെ ഏകദേശം 6 മാസം ഒരു മരക്കാട്ടിൽ കിടത്തിയിട്ട് ഒരു ഉസ്താദ് വന്ന് അതിനിങ്ങനെ തേച്ച് വിനിക്കി. ഇന്നും എന്റെ പെങ്ങള് നടക്കുമ്പോൾ ചെറിയ മുടന്നുണ്ട്. അതായത് ഒരു വലിയ സമ്പന്ന കുടുംബം ആയിരുന്നിട്ട് പോലും ഈ ഒരേ രീതിയിൽ ഒരാങ്ങളയ്ക്കും പെങ്ങൾക്കും അപകടം സംഭവിക്കുന്നു. അതെ. അപ്പൊ ഈ ആൺകൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കുന്നു, പെൺകൊച്ചിനെ വീട്ടിൽ വെച്ച് തിരുമുന്നു. പിള്ളേർക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് ആ സമയത്ത്? 12-13 വയസ്സ് പ്രായമുണ്ടാവും. ആ ഒരു പ്രായത്തിലാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാല് അതിന് എത്ര പഠിക്കുന്ന കുട്ടിയായിട്ട്. ഇപ്പൊ എന്റെ അനുജത്തി അവള് നല്ലോണം പഠിക്കുമായിരുന്നു. പക്ഷെ 8ാം ക്ലാസ്സിൽ അവളെ പഠനം നിർത്തുവാണ്. പിന്നീട് ഒരു 2 വർഷം അവള് വീട്ടിൽ നിർത്തിയിട്ട് അവര് കാണാത്ത ചെറുക്കന്മാർക്ക് വയസ്സറിയില്ല, അവര് ജോലി അറിയില്ല, ഒന്നും അറിയില്ല, അങ്ങനെ നിക്കാഹ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില വൈരുദ്ധ്യങ്ങള്, അതോടൊപ്പം തന്നെ തെറ്റായ ഒരു ശാസ്ത്രീയ പഠനം, അവരൊരിക്കലും നമ്മുടെ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. അപ്പൊ ഞാൻ ഏകദേശം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടൈമിന് മദ്രസയിൽ നിന്ന് എന്നെ പഠിപ്പിക്കുവാണ് ഭൂമി പരന്നതാണ്. അത് പഠന രീതിക്കും ഒരു വ്യത്യാസമുണ്ട്. അടിച്ചു പഠിപ്പിക്കുക എന്നാണ്, ഭീഷണിപ്പെടുത്തി പഠിപ്പിക്കുക. കാരണം എല്ലാം ബൈഹാട്ടാക്കുക, അതെല്ലാം കാണാപ്പാടാണ്, ഒന്നിനും അർത്ഥം അറിയില്ല. ഒരു മുസ്ലിമിനോട് ഇന്ന് ഒരു സൂറത്ത് ചൊല്ലിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് പറയാൻ പറഞ്ഞാൽ അവർക്ക് അറിയില്ല. ഇതാണ് അവിടുത്തെ പഠന രീതി. അപ്പൊ ആ രീതിയിൽ ശാസ്ത്രത്തെ ഒരിക്കലും അവർ അംഗീകരിക്കുന്നില്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഭൂമി പരന്നതാണ്. നമ്മൾ പഠിക്കുന്നത് ശരിക്കും ഭൂമി ഉരുണ്ടതാണ് എന്ന്, ഗോളാകൃതിയിലാണ് എന്ന രീതിയിൽ ആ പഠനം. ഈ 2 പഠനവും വെച്ച് ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് എഴുതാൻ പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഉസ്താദ് പഠിപ്പിക്കുന്നത് എന്താണോ അതങ്ങ് മനസ്സിലാക്കുക, അതങ്ങോട്ട് പഠിക്കും. അവിടെ ചോദ്യം ചെയ്യേണ്ട ചോദ്യം ചെയ്യലുണ്ടാവില്ല. അതിനു മുമ്പ് ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ഒരു സംശയം, അതായത് ഈ ഉസ്താദ് പഠിപ്പിക്കുന്നതൊക്കെ മണ്ടത്തരങ്ങളാണല്ലോ എന്ന് അങ്ങേക്ക് തോന്നാനുള്ള കാരണം എന്തായിരുന്നു? അതായത് ഞാൻ അന്ന് ചെറുപ്പത്തിലെ ഒരുപാട് വായിക്കുമായിരുന്നു. എന്റെ അങ്ങനെ വായിക്കാനൊക്കെ ഉള്ള അനുവാദം വീട്ടിൽ നിന്നുണ്ടായിരുന്നു? അതെ, എന്റെ ബാപ്പ ശരിക്കും നല്ല വിദ്യാഭ്യാസം ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വലിയൊരു വർഗീയ ചേരിതിരിവൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരുപാട് വായിക്കും. വരുമ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരുപാട് ബുക്കുകൾ കൊണ്ടുവരും. പിന്നെ അന്നും ഇന്നും മുസ്ലിങ്ങൾ വായിക്കാത്തൊരു സംഭവം പത്രമാധ്യമങ്ങളാണ്. അപ്പൊ പക്ഷെ ഇദ്ദേഹം വീട്ടിലേക്ക് വന്നാൽ അന്ന് വീട്ടിൽ പത്രം എത്തും. 2 മാസം വീട്ടിലുണ്ടാവും. ആ 2 മാസം കൃത്യമായിട്ട് പത്രം വരും. അങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾ ഞാൻ വായിക്കാൻ തുടങ്ങി. അതിലൂടെ കൂടി കിട്ടിയ കുറെ അറിവുകൾ, ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ മാഗസിൻ, അതടക്കം ബാപ്പ വീട്ടിലേക്ക് വരുത്തുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ അറിവുകൾ നേടുന്നത്. പ്രത്യേകിച്ച് ശാസ്ത്രീയമായ അറിവ് കൂടുതൽ ഞാൻ നേടുന്നത് ഇങ്ങനെയുള്ള വായനയിലൂടെയാണ്. അതൊരിക്കലും എനിക്ക് ഈ ഖുർആൻ പഠനത്തോട് പൊരുത്തപ്പെടാൻ. ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ഉസ്താദുമാർ എന്ത് മറുപടി പറയുന്നു? ശരിക്കും ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ഉസ്താദിനെ എന്നെ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ്സിൽ എന്നെ തോൽപ്പിച്ച ചരിത്രം കൂടിയുണ്ട് ഉസ്താദിന്. കാരണം ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉസ്താദെ അതൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവരേറ്റവും കൂടുതൽ അതിനൊരു മറുപടി തരുവാന്ന് പറഞ്ഞാല് അതായത് അടിക്കുക, ശിക്ഷിക്കുക, കൃത്യമായ മറുപടി പറയാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പിള്ളേരെ മർദ്ദിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉസ്താദ് വന്നിട്ട് എന്നെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം ഒരു ആയത്ത് ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഓക്കുമരത്തിന്റെ ചുവട്ടിൽ ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അള്ളാഹു 3 ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ പിന്നെ വീട്ടിലേക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ പഠിപ്പിക്കുന്ന ഏക ദൈവമായ അള്ളാഹുവിൽ നീ വിശ്വസിക്കുക എന്നാണ്. ഇത് പഠിപ്പിക്കുന്ന ഉസ്താദ് പറയുന്നു ദൈവം 3 ഇബ്രാഹിം നബിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ ഒരു വൈരുദ്ധ്യം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് ഉസ്താദിനോട്, ആ കാലഘട്ടത്തിൽ അങ്ങേക്ക് അറിയാമായിരുന്നോ ഇത് ബൈബിളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ബൈബിളിന്റെ കോപ്പി ആണോ
ഈ സംഭവം എന്ന് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ? ദൈവത്തെ അറിയുന്നവരെ ഈ ബൈബിൾ എന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ അങ്ങനെ അപ്പൊ ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നി. കാരണം ഉസ്താദ് ഇതുവരെ പഠിപ്പിച്ചത് അള്ളാഹ് ഏകദൈവം. പക്ഷെ ഇവിടെ പറയുന്ന മൂന്ന് വ്യക്തികളായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അതായത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ബൈബിൾ വായിക്കാൻ പാടില്ല, ബൈബിൾ വായിച്ചവൻ പിന്നെ മുസ്ലിം അല്ല, ഇസ്ലാം അല്ല എന്നുകൂടി മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത്രയും ശക്തമാണ് ക്രിസ്ത്യാനികൾക്കെതിരെ അന്നത്തെ ആ ഒരു പഠനം. അതായത് അവരുടെ ഏറ്റവും വലിയ ശത്രുക്കള് അന്ന് ആ സമയത്ത് ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആയിരുന്നു. അപ്പൊ ഇവരോട് കൂട്ടുകൂടാനോ ഇവരുടെ പഠന രീതി നമ്മൾ പിന്തുടരാനോ പാടില്ല, അത് നിഷിദ്ധമാണ്. അങ്ങനെ ചെയ്തവർ നരകത്തിൽ പോകും എന്നാണ് പഠിപ്പിക്കുക. ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് ഇന്ന് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അന്ന് ഞങ്ങൾ പഠിച്ച കാര്യമാണ്. ഞാനിപ്പോ ഈ സംശയമൊക്കെ ഉന്നയിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? ദൈവം ഏകനാണോ അതോ മൂന്ന് ആളുകളുണ്ടോ എന്ന് പഠിപ്പിച്ച കാര്യം തെറ്റാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം മേശപ്പുറത്തുനിന്ന് ചൂരലെടുത്ത് എന്റെ ചന്തിക്ക് അടിച്ച് 4-5 അടി തന്നിട്ട് പറഞ്ഞ് അദ്ദേഹം ആക്രോശിക്കുകയാണ്, ഇബ്ലീസിന്റെ മോനെ നീ പുറത്തേക്ക് പോവുക. എന്നെ അങ്ങനെ അതായത് ഈ സംശയം ചോദിച്ചതിന് ഇബ്ലീസിന്റെ മോനെ ഇബ്ലീസിന്റെ മോനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ പിശാചിന്റെ മോനെ. അതെ പിശാചിന്റെ പോലെ. അപ്പൊ എനിക്ക് അടിനേക്കാൾ വേദനിച്ചത് ഈ ഒരു വിളിയാണ്. കാരണം ഞാൻ അന്ന് ഏറെ ആരാധിക്കുന്നത് എന്റെ ബാപ്പയാണ്. കാരണം എന്റെ ബാപ്പ ഞാൻ നേരത്തെ പറഞ്ഞു ആ നാട്ടിലെ ഡബിൾ ആജിയാണ്, നല്ലൊരു ഈമാൻ വിശ്വാസിയാണ്, 5 നേരം നമസ്കരിക്കും. അതുകൂടാതെ തന്നെ സുന്നത്ത് നമസ്കാരം, ഇങ്ങനെ എത്ര തവണയൊക്കെ നമസ്കരിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നോമ്പെടുക്കാൻ പറ്റുമോ അങ്ങനെ ജീവിക്കുന്ന നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യനെ ഈ ഒന്നുമല്ലാത്ത ഒരു ഉസ്താദ് ഇബ്ലീസ് എന്ന് വിളിച്ചപ്പോ അതെന്നെ വല്ലാതെ വേദനിച്ചു. അപ്പൊ ഈ വേദനയുമായിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ശരിക്കും കണ്ണീര് ഇങ്ങനെ തുടച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോവുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വഴിയില് അന്ന് റോഡൊന്നും ഇല്ല എന്റെ നാട്ടില്, നടവഴിയാണ്. അപ്പൊ ഈ വഴിയിൽ ചെറിയൊരു ആൾക്കൂട്ടം, അത് അന്നത്തെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായിരുന്നു. ഇവരെ സംബന്ധിച്ച് ഞങ്ങളെ വീട്ടുകാർക്ക് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരെ അംഗീകരിക്കാൻ പറ്റില്ല. ഒന്ന്, ഞങ്ങൾ ജന്മികളാണ്, 2 ഞങ്ങൾ ഇസ്ലാം മതവിശ്വാസികളാണ്. അപ്പൊ അന്നത്തെ ഇസ്ലാമിനോ ജന്മികൾക്കോ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഈ ഇദ്ദേഹത്തോടുള്ള പ്രതിഷേധം, ഈ ഉസ്താദിനോടുള്ള പ്രതിഷേധം കൊണ്ട് ഞാൻ ഈ ആൾക്കൂട്ടത്തിലേക്ക് പോയി. അന്നത്തെ സഖാക്കള് എനിക്ക് ചെറിയൊരു ബുക്ക് തന്നു, ഒരു കൈ ബുക്ക് തന്നു. മതം മനുഷ്യ മയക്കുന്ന കറുപ്പാണ് എന്ന ചെറിയൊരു ബുക്ക് എനിക്ക്. അത് ഞാൻ അന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എന്റെ റൂമിൽ കയറി വാതിലടച്ച് അത് വായിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് എന്റെ വലത് കൈ മുഷ്ടി ചുരുട്ടിയിട്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചു. പുസ്തകം ഏതായിരുന്നു? അതാ ഞാൻ പറഞ്ഞത് പിന്നെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, മാക്സിന്റെ പുസ്തകം. അപ്പോ അതിൽ വളരെ ശക്തമായിട്ട് മതത്തെ കുറിച്ചാണ് പറയാ. മതം മോശമാണ്, മതത്തിന് അടിസ്ഥാനമില്ല, ഏറ്റവും അടിസ്ഥാനം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ്, മൂലധനം, അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുക. അന്നു മുതൽ ഞാൻ ബാലസംഘത്തിലൂടെ, SFIയിലൂടെ, DYFIയിലൂടെ ഏകദേശം 2 വർഷം കൊണ്ട് ഞാൻ CPMന്റെ തൃക്കരിപ്പൂർ ഏരിയയിലെ ഏറ്റവും വലിയ നേതാവായി മാറി. അപ്പൊ ഇത്രയും പാർട്ടിയോടുള്ള ഈ അനുഭവമൊക്കെ ഉണ്ടായപ്പോൾ വീട്ടുകാർക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ലേ? വീട്ടുകാര് മൂത്ത ജ്യേഷ്ഠൻ, 2 ജ്യേഷ്ഠന്മാരാണ്. അതില് രണ്ടാമത്തെ ജ്യേഷ്ഠൻ തനി മുസ്ലിം ലീഗുകാരനാണ്. മറ്റദ്ദേഹത്തിന് രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം പക്ക കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്. ഇവർ രണ്ടുപേരും എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ വീട്ടിൽ നിന്നടക്കം പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഉമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമുള്ളത് കൊണ്ട് ഉമ്മയാണ് എന്നെ ചേർത്ത് പിടിച്ചത്. ഇറങ്ങാൻ മുമ്പേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താകുമായിരുന്നു. അപ്പോ ഇതാണ് ആ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലേക്ക് ഞാൻ വന്നത്. ആ ആശയത്തോട് പിന്നെ കൂടുതൽ ഞാൻ അടുത്തപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ദൈവം വെറും മിഥ്യയാണ്. അപ്പൊ ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു സങ്കടത്തോടെ ഓർക്കുന്ന ഒരു കാര്യം, അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റവും വലിയ ശത്രുക്കള് ശരിക്കും പറഞ്ഞാല് ക്രിസ്തീയ വിശ്വാസികളാണ്. അപ്പൊ അവിടെ ക്രിസ്ത്യൻസ് എന്ന് പറയാൻ, ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യൻസ് എന്ന് പറയാൻ ആരുമില്ല. അടുത്ത ടൗണ് പയ്യന്നൂരാണ്. അവിടെ ഒരു വിദ്യാലയമുണ്ട്, അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്, അവിടെ പല രൂപങ്ങളും ഉണ്ടാവാം, പക്ഷെ ആരും അത് ശ്രദ്ധിക്കാറില്ല. ഒരു വിദ്യാലയം, അതിന് അത്രയും ഒരു സ്ഥാനമുള്ളൂ, അല്ലാതെ അത് ഒരു പള്ളിയാണെന്നോ അങ്ങനെയുള്ള ഒരു പ്രചരണമൊന്നും ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ക്രിസ്ത്യൻസ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞാൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട്, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം സൈഡിൽ നിന്ന് കുറെ അച്ചായന്മാർ വരും. ഞങ്ങൾ അവരെ ചേട്ടന്മാരെന്ന് വിളിക്കും. അപ്പൊ ഇവരെ തമ്പടിച്ചിട്ട് ചെറിയ വല കൊണ്ടാണ് മീൻ പിടിക്കുക.
ചെറിയ ചെറിയ മീനൊക്കെ അവർ പിടിച്ചു കൊണ്ടുപോകും. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരും ഇവരും തമ്മിൽ എന്നും ബഹളമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഇവര് പ്രാർത്ഥിക്കുന്ന ഒരു ചാപ്പല്, ഒരു ചെറിയൊരു ഓല മെടഞ്ഞ് കെട്ടിയൊരു ഷെഡ് ഞാനും എന്റെ സഹാക്കളും രാത്രി കത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് പറയുന്ന പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്നതിലുപരി കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും വലിയൊരു ഗുണ്ടയായി മാറി. കാരണം എന്റെ കാര്യം ഇഷ്ടംപോലെ പണമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്റെ ഒന്നിച്ച് 10-15 പേരും എന്റെ ചുറ്റും ഉണ്ടാവും. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറുള്ള, പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു ഗുണ്ടയായി എന്നെ അവർ സൃഷ്ടിച്ചു, എന്നെ അവർ മാറ്റിമറിച്ചു. നമ്മളൊരു നല്ല തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് ആരാണ്. ഇതുകൂടാതെ കളരി പഠിക്കുക, എന്നിട്ട് അത് മറ്റുള്ളവരെ അടിച്ച് അതിന്റെ ദേഷ്യം തീർക്കുക, ഇതൊക്കെയാണ് എന്റെ ഒരു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന രീതി. അങ്ങനെയാണ്. അതായത് അവരുടെ എതിരാളികൾ ആരാണോ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, ഏത് മതവിശ്വാസികളാവട്ടെ, അവരെ അടിച്ചൊതുക്കുക. എനിക്ക് കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെ അങ്ങനെയാണ്. അതായത് അവരെ ആ ഒരു തത്വത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അടിച്ച് ഇല്ലാതാക്കുക, അടിച്ചൊതുക്കുക. ഇതാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് തത്വത്തിന്റെ ഒരു ശരിക്കും ഒരു മൂലമായ ഒരു ആശയം. അപ്പൊ ആ ആശയം പിന്തുടർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ പഠിച്ചും ഗുണ്ട ലുക്കിൽ ജീവിച്ചൊരു ഒരു തനി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാൻ. അങ്ങനെ എത്ര കാലം മുന്നോട്ട് പോയി? ഏകദേശം ഞാൻ 2001 വരെ ഞാൻ ശരിക്കും പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ സജീവമായിരുന്നു. പിന്നെ എങ്ങനെയാണ് അങ്ങേക്കൊരു ഞാൻ 2001 കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ പാർട്ടി വളർത്തുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറം വയനാട് ജില്ലയുടെ ചുമതലക്കാരനായിട്ട് മാറ്റി. അങ്ങനെ വയനാടിലെ തൊടുവട്ടി, സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് തൊടുവട്ടി എന്ന സ്ഥലത്ത് അവരൊരു വീട് തയ്യാറാക്കിയിട്ട് ഞാൻ അവിടെ കുടുംബസമയം താമസിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞാനും വൈഫും പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോ അവിടെ പാർട്ടി വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്കൊരു മൂത്ത കൊച്ചുണ്ടായി. അവർക്ക് ഏകദേശം ആ സമയത്ത് ഇടയ്ക്കും ചോദിക്കട്ടെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങ് ഈ മുസ്ലിം മതവിശ്വാസ പ്രകാരം പള്ളിയിൽ പോവുകയോ ഒക്കെ ചെയ്യുമായിരുന്നു? അതുകൂടെ ഞാൻ പറഞ്ഞു പോകാം ബ്രദറെ. അതായത് ഞാൻ ഒരിക്കലും ഇസ്ലാം മത വിശ്വാസത്തെയോ ഹൈന്ദവ വിശ്വാസത്തെയോ ഞാൻ അംഗീകരിച്ചിട്ടില്ല. പിന്നെ ക്രിസ്ത്യ വിശ്വാസം എന്നെ സംബന്ധിച്ച് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് വയനാട്ടിലേക്ക് പോകുമ്പോഴാണ് ഒരു ക്രിസ്ത്യ വിശ്വാസം ഞാൻ കാണുന്നത് തന്നെ. അപ്പൊ ക്രിസ്ത്യ വിശ്വാസം എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ മറ്റ് 2 വിശ്വാസം ഞാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. എങ്കിലും എന്റെ മനസ്സിൽ ഒരു ആശയമുണ്ടായിരുന്നു, ഒരു സത്യമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 30 ദിവസം ഏതോ ഒരു റംസാൻ കാലത്ത്, അത് ഓർക്കുന്നില്ല, ഞാൻ കൃത്യമായിട്ട് നോയമ്പ് എടുത്തിട്ട് പള്ളിയിൽ പോയി. ഞാൻ തനിച്ച് കേട്ടാ, വൈഫല്ല, ഞാൻ തനിച്ച് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു നോക്കി. പക്ഷെ എനിക്ക് ഒന്നും നേടാൻ പറ്റിയില്ല. അതോടൊപ്പം തന്നെ ഞാൻ കോഴിക്കോട് ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഹൈന്ദവ ആശയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അതും എന്നെ എവിടെയും എത്തിച്ചില്ല. ഞാൻ വീണ്ടും കമ്മ്യൂണിസ്റ്റിലേക്ക് ആശയത്തോട് കൂടുതൽ അടുത്ത് എന്ന് മാത്രമല്ല, ഈ ഇസ്ലാമിക നോയമ്പ് ദിവസങ്ങളൊക്കെ വരുമ്പോൾ നോയമ്പെടുക്കുമായിരുന്നു ആ സമയത്ത്? ഇല്ല, ആ സമയത്ത് നടക്കില്ല. പക്ഷെ ഞാൻ ഈ സത്യം അന്വേഷിച്ച് നോക്കിയപ്പോഴേ ഇതിലൊരു സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ അനുഷ്ഠിച്ചിരുന്നു, വളരെ ചെറുപ്പത്തിലൊക്കെ. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നതിന് ശേഷം ഒരിക്കലും ഞാൻ പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെ നോയമ്പോ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനോ ഞാൻ തയ്യാറായിരുന്നില്ല. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും വലിയ പരമമായ സത്യം. അതിലേക്ക് എന്നെ അടുപ്പിച്ചു. എങ്കിലും എനിക്ക് ഒരു സത്യം ഉണ്ട് എന്ന് എനിക്കറിയായിരുന്നു. അത് ഏത് സത്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതും തേടിയുള്ള യാത്രയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ മലപ്പുറത്ത് ഒരു പാർട്ടി പരിപാടി കഴിഞ്ഞപ്പോ അന്ന് DYFന്റെ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ തിരുവനന്തപുരത്തേക്ക് അവർ ക്ഷണിച്ചു. അപ്പൊ തിരുവനന്തപുരം അന്ന് വൈഫ് കണ്ടിട്ടില്ല. അന്ന് എനിക്ക് 2 വയസ്സുള്ള കൊച്ചുണ്ട്, മൂത്ത കൊച്ച്. അപ്പൊ വൈഫ് പറഞ്ഞു ഞങ്ങളും തിരുവനന്തപുരത്തേക്ക് വരാം. അങ്ങനെ ഞാൻ പാർട്ടിക്കാരോട് പറഞ്ഞു. അങ്ങനെ പാർട്ടി സമ്മതിച്ചു. എല്ലാം പാർട്ടിയോട് പറയണം കേട്ടോ, അതാണ് അവരുടെ തത്വം. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ സമ്മതം വേണം. അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഏകദേശം 4 ദിവസം എനിക്ക് ലീവ് തന്നു. ഞങ്ങൾ തിരുവനന്തപുരം പോയിട്ട് ക്ലാസ് എടുത്ത് തിരുവനന്തപുരത്ത് ചുറ്റി കണ്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിനിൽ, അന്നൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. ഒന്ന് തിരുവനന്തപുരമൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അതിന് പാർട്ടി എല്ലാം, അതായത് പാർട്ടിയുടെ കേഡർ സ്വഭാവം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, മുഴുവൻ സമയ പ്രവർത്തകർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് പാർട്ടി അറിയണം. അങ്ങനെ തിരുവനന്തപുരത്തെ 4 ദിവസത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. ഒരു ഞായറാഴ്ചയായിരുന്നു.
അപ്പൊ ട്രെയിനിൽ വെച്ചിട്ട് ഞാൻ അവിടെ ഒരു വൈദികനെ കണ്ടുമുട്ടുകയാണ്. വൈദികനെ പരിചയപ്പെട്ടു, അബ്രഹാം ഏരമംഗലം. അപ്പോ അച്ഛൻ വളരെ നീളം ഉള്ള നല്ല തടിയുള്ള ഒരു അച്ഛനായിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു അച്ഛന്. അപ്പോ അച്ഛൻ ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കും, ഞാൻ ദൈവം ഇല്ലെന്ന് സ്ഥാപിക്കും. അപ്പൊ ഇങ്ങനെ ഭയങ്കര വാഗ്വാദമായി. അപ്പോ ആ കമ്പാർട്ട്മെന്റിൽ ആകെ ബഹളായി. അപ്പൊ ജനങ്ങൾ തന്നെ രണ്ട് ചേരിയിലായി. കുറെ പേര് എന്റെ കൂടെ, കുറെ പേര് അച്ഛന്റെ കൂടെ. അപ്പൊ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ആവേശമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഒരു വൈദികനോട് ഇങ്ങനെ ഇത്രയും സംവാദം നടത്തുന്നത്. അവസാനം അദ്ദേഹം വളരെ ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ നീ അനുസരിച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ താമസിച്ചിട്ട് തിരികെ വന്നിട്ട് നീ ദൈവം ഇല്ലെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വിശുദ്ധമായ ഉടുപ്പ് അഴിച്ചിട്ട് നിന്റെ കയ്യിൽ തന്നിട്ട് ഞാൻ നിന്റെ പിന്നാലെ കുടിയും പിടിച്ചിട്ട് നിന്റെ പിന്നാലെ ഞാൻ വരും എന്ന് പറഞ്ഞു. ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് ഇത്രയേറെ സന്തോഷിക്കേണ്ട വേറൊരു നിമിഷമില്ല. കാരണം ഞാൻ മൂലം ഒരു പാതിരി അവരെ വിശുദ്ധമായ ഉടുപ്പ് അഴിച്ചിട്ട് മാറ്റിയിട്ട് എന്റെ കൂടെ ഇൻക്ലാബ് വിളിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പാർട്ടിയിൽ ഇത്രയേറെ പിന്നെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനം അതെനിക്ക് ലഭിക്കും എന്ന് ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് തന്നെ, അന്ന് വൈദികരുടെ കയ്യിലൊക്കെ ചെറിയ സുഡ്കേസ് ഉണ്ടാവും, ചെറിയ ബാഗാണെങ്കിൽ അന്ന് ഒരു സുഡ്കേസാണ്. അപ്പൊ അദ്ദേഹം ആ സുഡ്കേസ് പറഞ്ഞത് ഒരു ലെറ്റർ പേഡിൽ എന്തൊക്കെയോ എഴുതി ഒരു കവറിലിട്ട് പശയിട്ട് ഒട്ടിച്ചിട്ട് ആ കവർ എന്നിൽ തന്നിട്ട് പറഞ്ഞു, ഈ ചാലക്കുടിയിൽ ഇറങ്ങണം, ചാലക്കുടി ഇറങ്ങിയിട്ട് ഏത് ഓട്ടോറിക്ഷക്കാർക്ക് ഇത് കാണിച്ചു കൊടുത്താലും നിന്നെ അവിടെ എത്തിക്കും എന്ന് പറഞ്ഞു. വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫും സമ്മതിച്ചു. അങ്ങനെ ഞാനും വൈഫും കൊച്ചും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഞായറാഴ്ച ചാലക്കുടിയിൽ ഇറങ്ങുകയാണ്. ആ യാത്രയിൽ തന്നെ, ആ യാത്രയിൽ അവിടെ വെച്ച് തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോലും വീട്ടിൽ പോലും പോകുന്നില്ല. എന്നിട്ട് അത് ലാൻഡ് ഫോണാണ്. അവിടെ എത്തിയിട്ട് ആദ്യം പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ 8 ദിവസം ലീവ് തരണം. അപ്പൊ അച്ഛൻ 5 ദിവസമാണ് പറഞ്ഞത്, പക്ഷെ ഞങ്ങൾ 8 ദിവസം ചോദിച്ചു ലീവ്. എന്തിനാന്ന് പറഞ്ഞ പാർട്ടിക്കാരോട് ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾക്ക് ചെറിയ ആവശ്യങ്ങളുണ്ട്. ആദ്യം പാർട്ടി സെക്രട്ടറി സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് പറഞ്ഞു, എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക, 8 ദിവസം എനിക്ക് ലീവ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് വീട്ടിൽ വിളിച്ചു. വീട്ടിൽ പിന്നെ എനിക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല, ഞാൻ ഇങ്ങനെ കുറച്ച് നാൾ ഉണ്ടാവില്ല. കാരണം വീട്ടിൽ വളരെ അപൂർവമായിട്ട് ഞാൻ പോവും. അപ്പോ അങ്ങനെ ഞങ്ങൾ ചാലക്കുടി ഇറങ്ങി. ഈ അഡ്രസ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറെ കയ്യിൽ ഏൽപ്പിച്ചു. അദ്ദേഹം എന്നെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിക്കുകയാണ്. ഏത് വർഷമായിരുന്നു? 2003 അല്ല സോറി 2002 2002 എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ ആയിരക്കണക്കിന് പേരിങ്ങനെ തമ്പടിച്ച് നിൽക്കുവാണ്. ഒരു മേശയിൽ 2 മേശയിൽ കുറെ പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങളിങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. അന്ന് ശരിക്കും ഈ ലെറ്ററുമായിട്ട് പോരുമ്പോ ഇതിങ്ങനെ ഒരു ക്രിസ്തീയ വിശ്വാസപ്രകാരം പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന ഒരു കേന്ദ്രത്തിലേക്കാണ് പോകുന്നത് എന്ന് അറിയാമായിരുന്നു? ഇല്ല, ഒരിക്കലും അറിയില്ലായിരുന്നു. ഞങ്ങൾ കരുതിയെന്ന് പറഞ്ഞാല് എന്തോ ക്ലാസ് നടക്കുന്ന, അതായത് ക്രിസ്തീയ മതവിശ്വാസപ്രകാരം ക്ലാസ് നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് മാത്രമേ ഞങ്ങളോട് അച്ഛനും പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തി. എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നത്. അതായത് ദൈവം ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പക്ഷെ അത് സ്ഥാപിക്കണം. എനിക്ക് ദൈവം ഇല്ലെന്ന് ഈ അച്ഛന്റെ മുമ്പിലേക്ക് സ്ഥാപിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് ഈ ലെറ്റർ ഈ ടേബിളിൽ കൊടുത്തു. അവര് ഞങ്ങളെ പനക്ലാച്ചന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ വെള്ളിയാഴ്ച വരെ താമസിക്കാം. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ എന്നെ വന്ന് കാണണം, നിങ്ങൾക്ക് പുറത്തേക്ക് പോവാം. നിർബന്ധിച്ച് പിടിച്ചിരുത്തില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ ധ്യാനം കൂടാം. ആർക്കും, അതിപ്പോ ക്രിസ്ത്യാനി ആവട്ടെ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്, ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഹൈന്ദവനാവട്ടെ, ആർക്കും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവിടെ ധ്യാനത്തിലിരിക്കാം, സ്വന്തം താല്പര്യപ്രകാരം. അപ്പൊ ഞങ്ങള് ധ്യാനത്തിലേക്ക് പോവാണ്. അന്ന് ഞങ്ങൾ വൈകുന്നേരമാണ്. ഞങ്ങള് ആദ്യമായിട്ട് ആ വേദിയുടെ പിൻവശം കൂടെയാണ് ഞങ്ങളെ റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു ദൈവത്തെ കാണുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരിക്കലും ക്രിസ്ത്യ വിശ്വാസമില്ലാത്ത ഒരു നാട്ടിൽ നിന്നാണ് വരിക. ഇവിടെ പോകുമ്പോൾ ആ സ്റ്റേജിൽ ഒരു ദൈവം ഹൃദയമൊക്കെ തുറന്നു പിടിച്ച് എന്നെ നോക്കിച്ചിരിക്കുന്ന ഒരു ദൈവം. അതവിടെ വെച്ചിരിക്കുന്ന ചിത്രമായിരുന്നു. അത് ബാക്കില് സ്റ്റേജിന്റെ പിന്നാലെ ഒരു ചിത്രമായിരുന്നു. തൊട്ട് സ്റ്റേജിന്റെ ഫ്രണ്ടില്
കുരിശിൽ തൂങ്ങിയാടുന്ന ഒരു ദൈവം ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ആദ്യമായിട്ട് കാണുവാണ്. ഞാൻ അതുവരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യാത്രയിലുടനീളം ഇപ്പം വയനാട്ടിലടക്കം ഞാൻ പള്ളി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ നോക്കുന്നില്ല. അതാണ് സത്യം. നമ്മളെല്ലാം കാണുമല്ലോ, നോട്ടം വേറെ കാണലോ വേറെ. അപ്പൊ ഈ സ്റ്റേജിലിരിക്കുന്ന ഈ ക്രൂശ് രൂപം കണ്ടു, കുരിശ് രൂപം കണ്ടു. എന്താ തോന്നിയത്? ഒരു മിനിറ്റ് ഞാനൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്തംഭിച്ചു പോയി. കാരണം പ്രത്യേകിച്ച് ഈ 2 ചിത്രം എന്നെ വല്ലാതെ ഒന്ന് ആകർഷിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ പിശാചുണ്ട്. ഞാനത് തട്ടിക്കുടഞ്ഞു. ഞാൻ റൂമിലേക്ക് പോയി വീണ്ടും ധ്യാനത്തിന് വന്നിരുന്നു. ധ്യാനത്തിന് വന്നിട്ട് ഞങ്ങൾ ബുധനാഴ്ച വരെ അവിടെ ധ്യാനത്തിലിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത, ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു അസ്വസ്ഥത ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളെ കുഞ്ഞ് വളരെ ഹാപ്പിയാണ്. അവര് ബാലവാടി പോവും, തിരിച്ചു ഉച്ച 3 മണിക്ക് തിരിച്ചു വരും. അവിടെ കുറെ കൂട്ടുകാരും കൂടി ബാക്കിൽ കളിക്കും. അപ്പൊ ചോദിക്കട്ടെ, അങ്ങയുടെ ഭാര്യയ്ക്ക് ഇതിനകത്ത് എതിർപ്പൊന്നുമില്ലായിരുന്നു? ഇങ്ങനെ ഒരു, അതായത് പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് വന്നവര്, അതും കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവര് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് ദിവസങ്ങളോളം വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര സ്വാഭാവികമല്ല. അത് എന്നേക്കാളേറെ അവിടെ അച്ഛൻ പറഞ്ഞ സ്ഥലത്ത് പോണെന്ന് വാശി പിടിച്ചത് ശരിക്കും പറഞ്ഞാൽ എന്റെ വൈഫാണ്. അപ്പോ ഞങ്ങൾ അവിടെ പോയിരുന്നു. ബുധനാഴ്ച വരെ ഭയങ്കര അസ്വസ്ഥയായിരുന്നു. അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര ബഹളം, ഭയങ്കര പ്രാർത്ഥന, എന്തൊക്കെയോ ക്ലാസ്, ഇതൊന്നും ഞങ്ങളെ തലക്ക് കയറുന്നില്ല. ഞങ്ങൾ ബുധനാഴ്ച വൈകുന്നേരം ഞങ്ങൾ തീരുമാനിക്കുകയാണ്, നാളെ രാവിലെ പോയിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ കാണണം, അച്ഛനെ കണ്ടിട്ട് ഞങ്ങളിടുന്ന് പോകണം എന്ന് പറയണം. ഒരു ദിവസം മുമ്പേ പോകാൻ തീരുമാനിച്ചു. രാത്രി പോയാൽ ചിലപ്പോൾ വീട്ടിലെത്തില്ല. അന്ന് ട്രെയിനും ബസ് യാത്രയൊക്കെ കുറവാണല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ അന്നും ഈ സന്ധ്യക്ക്, എല്ലാ സന്ധ്യക്കും ഒരു രൂപം ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഭയങ്കര പ്രാർത്ഥന. അപ്പൊ അന്നും ബുധനാഴ്ച ഇതേപോലെ സന്ധ്യക്ക് രൂപം എഴുന്നള്ളിച്ച് വെച്ചു. രൂപം എന്ന് പറഞ്ഞാൽ ഇത് വിശുദ്ധ ആരാധനയായിരുന്നു. അത് ഞങ്ങൾ ഒരു രൂപം. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥനിക്കുന്നുണ്ട്. അപ്പോ ഈ സമയത്ത് ഈ ബുധനാഴ്ച ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഒരു വല്ലാത്ത സ്മെല്ല് എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുകയാണ്. അപ്പൊ ഞാൻ ഒരു ഗൾഫുകാരുടെ വീട്ടിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാല് അത്തറിന്റെ കുപ്പികൾ ശേഖരിക്കുക. അവരൊരുപാട്, എന്റെ അമ്മാവന്മാരും ജ്യേഷ്ഠന്മാരും അത്തറ് കൊണ്ടുവരും. അപ്പൊ ഈ ഒരു സ്മെല്ല് എന്റെ ശേഖരത്തിൽ പെടാത്ത ഒരു സ്മെല്ലായിരുന്നു. എനിക്ക് ഭയങ്കര അസൂയ തോന്നി. കാരണം ജാസ്മിൻ പോലും തോറ്റു പോകുന്ന ഒരു സ്മെല്ല് എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചുറ്റിരുന്ന എല്ലാ വ്യക്തിയോടും ചോദിച്ചു, നിങ്ങൾ ഏത് ബ്രാൻഡ് അത്രാണ് പൂശിയിരിക്കുന്നത്, അത് വാങ്ങി എനിക്ക് ഉപയോഗിക്കാനാണ്. അവരെല്ലാരും പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഒരു അത്രേ പൂശിയിട്ടില്ല. അപ്പൊ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കൊച്ചിക്കാരനാണെന്ന് എനിക്ക് ഓർമ്മ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഏത് സമയത്താണ് എനിക്ക് ഈ സ്മെല്ല് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഈ പ്രാർത്ഥന തുടങ്ങിയത് മുതൽ ഈ സ്മെല്ല് എന്നിലേക്ക് അടിച്ചു കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ മൂക്ക് എന്റെ ഡ്രസ്സിലേക്ക് ഇങ്ങനെ ഉരസിയിട്ട് പറഞ്ഞു, സുഹൃത്തെ, ഈ സ്മെല്ല് നിനക്ക് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. ഇത് മാതാവിന്റെ വലിയൊരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് മാതാവ് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇല്ല, ഒന്നും അറിയില്ല. പറയാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്റെ തൊട്ടിപ്പുറത്ത്, ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് കുട്ടികളുള്ളവരും രോഗികളാണ് ഏറ്റവും പിന്നാലെ ഇരിക്കുന്നത്. അപ്പൊ തൊട്ടിപ്പുറത്ത് ഒരു കൈ ചുരുങ്ങിയ, കാല് ചുരുങ്ങിയ ഒരു ചെറുക്കനുണ്ട്. ആ ചെറുക്കനെ മാതാപിതാക്കന്മാര് താങ്ങി പിടിച്ചിട്ടാണ് കസേരയിൽ കൊണ്ടിരുത്തുക. ഇദ്ദേഹം ഇത് പറയുന്ന അതേ ടൈമിന് പെട്ടെന്ന് എല്ല് നുറുങ്ങുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുവാണ്. ഞാൻ നോക്കുമ്പോൾ ഈ ചെറുക്കൻ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് കൈയടിച്ച് ഹല്ലേലൂയ പറഞ്ഞിങ്ങനെ സ്തുതിക്കുവാണ്. ഈ കൈയും കാലും ചുരുങ്ങിയ ഈ ചെറുക്കൻ സൗഖ്യപ്പെട്ടുകൊണ്ട് എല്ലാ രോഗങ്ങളും മാറിക്കൊണ്ട് ഈ ചെറുക്കൻ എഴുന്നേറ്റ് കസേരയിൽ കയറിയിട്ട് സ്തുതിക്കുന്നു, ഓടിച്ചാടി നടക്കുന്നു. കൺമുമ്പിൽ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ സമയത്ത് എന്താ തോന്നിയത്? ഒന്നും തോന്നിയില്ല. എനിക്ക് പിന്നെ ബോധം വരുന്നത്, ഞാൻ ഏതോ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കിടത്തിയിരിക്കുന്ന ഒരു ബോധം കിട്ടും. ഇത് കണ്ടപ്പോ ബോധം കിട്ടും. നമുക്ക് ഇപ്പോ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുക. കാരണം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അടുത്ത എപ്പിസോഡില് ഇതിന്റെ തുടർ അനുഭവങ്ങൾ വളരെ ആകാംക്ഷയോടെ ആയിരിക്കും നമ്മുടെ പ്രേക്ഷകരിരിക്കുന്നത്. എത്ര അതിശയകരമായ അനുഭവങ്ങളിലൂടെയാണ് ജോൺ മുഹമ്മദ് ബ്രദർ കടന്നുപോയിരിക്കുന്നത്. ഡിവൈനിൽ വെച്ച് വാസ്തവമായിട്ടും അദ്ദേഹം കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ
കണ്ട അനുഭവത്തിലാണ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അടുത്ത ആഴ്ച നമുക്ക് ഇതിന്റെ തുടർ അനുഭവങ്ങൾ കേൾക്കാം. പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.